വിമോഹേ എന്താടാ പ്രശ്നം? നീ നീ പറയടാ, എന്തായാലും പറയടാ. എടാ നീ കരയാതെ കാര്യം പറയടാ. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. എന്ത് തെറ്റ്? ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ട ചേച്ചിയായിരുന്നു. അവരെൻ്റെ വീട്ടുകാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. എൻ്റെ ഫോൺ നമ്പർ ചോദിച്ചു വാങ്ങി. ഹലോ ഹലോ, ഇതാരാന്ന് മനസ്സിലായോ? കണ്ടുപിരിഞ്ഞിട്ട് 1 മണിക്കൂറിലായുള്ളൂ. അതിനിടയ്ക്ക് എന്റെ ശബ്ദം മറന്നോ? ആ ചേച്ചിയാണോ? സന്തോഷം, മനസ്സിലായല്ലോ. വീട്ടിലെത്തിയോ? ഇല്ല, ഞാനിപ്പോ ബസ് ഇറങ്ങി വന്നേ ഉള്ളൂ. ഞാൻ വന്നിട്ട് ഒരുപാട് നേരമായി. ദേ ഇപ്പൊ കുളിക്കാൻ പോവാൻ നിക്കാ. എന്താ മിണ്ടാത്തെ? എന്റെ കുളിസിൻ സങ്കല്പിച്ച് നോക്കിയതാണോ? അതിന് അങ്ങനെയാണെങ്കിലും ഇപ്പൊ എന്താ, നിന്റെ പ്രായം അതല്ലേ. ഞാൻ പിന്നെ വിളിക്കാം. കുട്ടൻ നടന്നു. ആ എന്താ, ഉറങ്ങിയോ? ഇല്ല, ഉറങ്ങാൻ തുടങ്ങായിരുന്നു. ഞാൻ കിടന്നിട്ട് ഒരുപാട് നേരമായി. ഹസ്ബൻഡ് ഒലോക്കാട് സ്റ്റേഷനിലാ. ആഴ്ചയിൽ ഒരിക്കലേ വരൂ. ഞാനിങ്ങനെ തനിയെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നേരം വിളിപ്പിക്ക. എന്തൊരു ബോറാന്നോ. കൂട്ടൻ ഇന്ന് ഒറ്റയ്ക്കാണോ? അല്ലാതെ പിന്നെ. ഏയ് അഭിനയിക്കണ്ട മോനെ. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ എങ്ങനെയാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അമ്മയില്ലാന്നല്ലേ പറഞ്ഞത്? അപ്പൊ വീട്ടില് വേലക്കാരി ഉണ്ടായിരിക്കുമല്ലോ. ആ ഉണ്ട്. സത്യം പറ, അപ്പോ അവളെ നീ എത്ര ദിവസം കെട്ടിപ്പിടിച്ച് കിടന്നിട്ടുണ്ട്? അവർക്ക് എന്റെ അമ്മൂമ്മയുടെ പ്രായമുണ്ട്. ഷെടാ, കഷ്ടായല്ലോ. ആ എന്നാലും അവർക്ക് പെൺമക്കളുണ്ടാവുമല്ലോ. അതിന് ആ അമ്മച്ചി കെട്ടിയിട്ടൊന്നുമില്ല. അതെയോ? എന്നാലും അയൽപക്കത്തെ വീടുകളിൽ പെൺകുട്ടികളില്ലാതിരിക്കുമല്ലോ. ഇത്രയും വയസ്സിനുള്ളിൽ എന്തെല്ലാം കുസൃതി കാണിച്ചിട്ടുണ്ടാവും കള്ളൻ. സോറിടാ, ഞാൻ നിന്നെ ശല്യപ്പെടുത്തുമായിരുന്നല്ലേ? ആ, നിന്നെ കുറ്റപ്പെടുത്തിട്ട് കാര്യമില്ല. ആർക്കും എന്നെ മനസ്സിലാവില്ല. നിനക്കറിയോ, ഭർത്താവ് ഉണ്ടായിട്ടും വിധവയെ പോലെ ജീവിക്കുന്നവളാ ഞാൻ. അയാൾക്ക് വേറൊരു സ്ത്രീയുമായി ബന്ധമുണ്ട്. മാസത്തിലൊരിക്കലാ ഞങ്ങൾ തമ്മിലൊന്ന് കാണുന്നേ. എൻ്റെ വിരസത മാറ്റാനാ ഞാൻ നിന്നെ ഫോൺ ചെയ്യുന്നേ. പിന്നെ നിന്റെ പ്രായത്തിലെ ആൺകുട്ടികൾക്ക് സ്വല്പം കൊച്ചു വർത്താനൊക്കെ ഇഷ്ടാവുമെന്നറിയാം. അതുകൊണ്ടാ ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചേ. മാപ്പ്. ഇനി ഞാൻ നിന്നെ ശല്യപ്പെടുത്തില്ല. സോറി ചേച്ചി, ഞാൻ ഇത്തരം സംഭാഷണങ്ങളൊന്നും കേട്ട് പരിചയിച്ചിട്ടില്ല, അതുകൊണ്ടായിരുന്നു. ആവോ, വെറുത്തില്ലല്ലോ. എന്താ വിയർക്കുന്നോടാ? എനിക്ക് പേടിയാവുന്നു ചേച്ചി. ചേച്ചിയുടെ ഹസ്ബൻഡ് എങ്ങാനും വന്നാലോ? ഇല്ലടാ, ഇല്ലെന്നേ. ചേട്ടനൊരു കേസ് അന്വേഷണത്തിന് കോയമ്പത്തൂർ പോയിരിക്കുക.
വേറെ ആരെങ്കിലും വരുമോ? അത് ശരി, എന്റെയും ചേട്ടന്റെ ബന്ധുക്കളൊക്കെ പാതിരാത്രിക്കാ വീട്ടിലേക്ക് വരിക? എന്നാലും ആകെ കൂടി ഒരു ഭയം ചേച്ചി. ഒരു കൂട്ടുകാരൻ്റെ പെങ്ങളുടെ കല്യാണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നത്. വീട് വിട്ട് ഞാൻ അങ്ങനെ എവിടെയും പോയി നിൽക്കാറില്ല. അത് ശരി, അങ്ങനെ പോകാതിരുന്ന നിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുക? വാതിലടച്ചിട്ടില്ല ചേച്ചി. ഇരിക്കേ. ഈ വീട്ടില് നമ്മൾ രണ്ടും മാത്രമേ ഉള്ളൂ. ഇത്ര പേരുമായാൽ എങ്ങനെയാടാ കുട്ടാ? ആണുങ്ങളായ കുറച്ച് തൻ്റെ ഇടമൊക്കെ വേണ്ടേ? ഹലോ. എടാ പന്ന കഴിവരുടെ മോനെ, നിനക്ക് ഞാനൊരു MMS അയച്ചു തരും, നീ അതൊന്ന് കാണ്. ഹലോ ഹലോ ഹലോ. എന്താടാ കണ്ടോ എന്റെ ഭാര്യമുത്തുള്ള നിന്റെ ലീലാവിലാസങ്ങൾ? നെറ്റിലൂടെ ഇനി അത് ലക്ഷക്കണക്കിന് ആളുകൾ കാണാൻ പോവാ. നിന്റെ തന്ത അടുത്ത ഇലക്ഷനിൽ മത്സരിക്കുന്നു എന്ന് കേട്ടു. ഇനി അയാൾക്ക് അതിന് കഴിയുന്നത് എനിക്കൊന്ന് കാണണം. ആ വിഷമിക്കണ്ട, MBA കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഉയരങ്ങളിൽ എത്തേണ്ടതല്ലേ. അതുകൊണ്ട് തൽക്കാലം ഒരു കൺസെഷൻ തരാം. നാളെ തന്നെ ഒരു 5 ലക്ഷം രൂപ നീ എനിക്ക് തരണം. ഇല്ലെങ്കിൽ ബാക്കി ഞാൻ പറയുന്നില്ല. ഹലോ ചേച്ചി, നമ്മുടെ രണ്ടുപേരുടെയും ഫോട്ടോ വെച്ച് ഒരാളെനിക്ക് പൈസയും ചോദിക്കുന്നു. ആണോ? കൊടുത്തോ, ഞങ്ങൾക്കും ജീവിക്കണ്ടേ. നിന്റെ അച്ഛൻ കുറെ സമ്പാദിക്കുന്നുണ്ടല്ലോ, പിന്നെന്താ? ചേച്ചി